ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിൽ ഇന്ന് നടന്ന നിങ്ങളുടെ മാത്സ് എക്സാമിൻ്റെ ആൻസർ കീയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 4 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൻ്റെ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. അപ്പോൾ ത്രികോണത്തിൽ ഒരു കോൺ 40 ഡിഗ്രി ആണല്ലേ. അപ്പോൾ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്, എത്ര ഭാഗമാണ്? അതെ, 1/9 ഭാഗമാണല്ലേ. ആൻസർ എത്രയാണ്? 1/9. ദെൻ ത്രികോണത്തിലെ മറ്റു രണ്ട് കോണുകളുടെ അളവുകൾ അളന്നെഴുതുക. എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 70 ഡിഗ്രിയാണല്ലേ. ഓക്കെ, ദെൻ ഇത്തരം ത്രികോണങ്ങൾ വൃത്തത്തിൽ വരയ്ക്കാൻ കഴിയും. ഇത്തരം എത്ര ത്രികോണങ്ങൾ വൃത്തത്തിൽ വരയ്ക്കാൻ കഴിയും? 9 എണ്ണമാണ് അല്ലേ. 9 എണ്ണമാണ്. ദെൻ ഡി ക്വസ്റ്റ്യൻ നോക്കാം. വൃത്തത്തിലെ ത്രികോണത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ത്രികോണത്തിലെ ഒരു കോൺ മട്ടകോണാണ്. ദെൻ ത്രികോണത്തിലെ 2 വശങ്ങൾ തുല്യമാണ്. ത്രികോണത്തിൻ്റെ 3 വശങ്ങളും തുല്യമാണ്. ത്രികോണത്തിൻ്റെ 3 കോണുകളും 90 ഡിഗ്രിയിൽ കുറവാണ്. അപ്പോൾ ഇതിൽ ഏതാ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? അതെ, ഓപ്ഷൻ 3C ആണല്ലേ. അതായത് 2ഉം 4ഉമാണ് റൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി. 2ഉം 4ഉം ശരിയാണ്. ഓക്കെ, ദെൻ ചതുരാകൃതിയിലൊരു ടാങ്കിൻ്റെ അകത്തെ നീളം, വീതി, ഉയരം എന്നിവ യഥാക്രമം 90 സെൻറ്റിമീറ്റർ, 70 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. ടാങ്കിൻ്റെ ഉള്ളളവ് എത്ര? ടാങ്കിൻ്റെ ഉള്ളളവാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? നമുക്ക് ആൻസർ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 90 ഇൻറ്റു ദെൻ എത്രയാണ്? 70 ഇൻറ്റു 50 അല്ലേ. എത്രയാണ് ആൻസർ? കിട്ടിയിട്ടുണ്ടല്ലോ, ഘന സെൻറ്റിമീറ്റർ അല്ലേ. ദെൻ നിങ്ങൾ 315 ലിറ്റർ എന്ന് എഴുതിയാലും മതി അല്ലേ. 315 ലിറ്റർ അല്ലേ. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ടാങ്കിൽ ഇപ്പോൾ 180 ലിറ്റർ വെള്ളമുണ്ട്. ടാങ്കിൽ എത്ര ഉയരത്തിലാണ് വെള്ളമുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എത്രയാണ്? നമുക്ക് എങ്ങനെ കണ്ടെത്താം? അത് 189 ഇൻറ്റു 1000 അല്ലേ, ബൈ 90 ഇൻറ്റു 70. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 30 സെൻറ്റിമീറ്റർ അല്ലേ. എത്രയാണ് ആൻസർ? 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ ടാങ്കിൻ്റെ നീളം, വീതി, ഉയരം എന്നിവ ഇരട്ടിയാക്കി മാറ്റിയാൽ അതിൻ്റെ ഉള്ളളവിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഡി ഓപ്ഷനാണല്ലേ ആൻസർ വരുന്നത്. ഡി, ഉള്ളളവ് 8 മടങ്ങാകുമെന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഇതിന് മൂന്നാമത്തെ ചോദ്യം 2 ചോദ്യങ്ങളുണ്ട്, 3Aയും 3Bയും. ഇതിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, എ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 12/15 ലഘുരൂപം കിട്ടുന്നതിന് അംശത്തെയും ഛേദത്തെയും ഏത് സംഖ്യ കൊണ്ട് ഹരിക്കണമെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏത് സംഖ്യ കൊണ്ടാണ്? അതെ, 3 കൊണ്ടാണല്ലേ. ആൻസർ എത്രയാണ്? 3 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ 16 കേക്ക് 6 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന ഭാഗം 8 കേക്ക് എത്ര പേർക്ക് തുല്യമായി വീതിച്ചാൽ കിട്ടുന്നതിന് തുല്യമാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. 3 പേർക്കാണല്ലേ. എത്രയാണ് ആൻസർ? 3 പേർക്ക്. ഓക്കെ, ദെൻ യൂണിഫോമിൻ്റെ ഷർട്ടിനായി 42 മീറ്റർ തുണി കൊണ്ടുവന്നു. ഇത് 24 കുട്ടികൾക്ക് തുല്യമായി മുറിച്ച് നൽകി. ഒരാൾക്ക് എത്ര മീറ്റർ തുണി കിട്ടി? എത്ര മീറ്റർ ആയിരിക്കും? ചെയ്ത് നോക്കാം. 42/24 അല്ലേ. അപ്പോൾ ആൻസർ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? അത് 7/4. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 1 3/4 എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 1 3/4. 1 3/4 എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡി, ഒരു പ്രസ്താവനയും അതിൻ്റെ കാരണവും ചുവടെ നൽകിയിരിക്കുന്നു. പ്രസ്താവന നോക്കൂ. 24/36 ലഘുരൂപമാണ് 2/3. കാരണം എന്താണ്? 24ൻ്റെയും 36ൻ്റെയും വലിയ പൊതുഘടകമായ 12 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഹരിച്ചതാണ് എന്തെന്ന് പറയുന്നത്? 2/3 എന്ന് പറയുന്നത്. ഇവയെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായത് ഏതാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. പ്രസ്താവനയും കാരണവും ശരിയാണ്, പ്രസ്താവന തെറ്റാണ്, കാരണം ശരിയാണ്. പ്രസ്താവനയും കാരണവും തെറ്റാണ്. ഏതാണ് റൈറ്റ് ആൻസർ? അത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവനയും കാരണവും എന്താണ്? പ്രസ്താവനയും കാരണവും നോക്കൂ ശരിയാണല്ലേ. ഓക്കെ, പ്രസ്താവനയും കാരണവും ശരിയാണ്.
ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3B നോക്കാം. 1/3, 1/5 എന്നിവയുടെ ഒരേ ഛേദമുള്ള രണ്ട് രൂപങ്ങൾ കണ്ടെത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? 10/3 എഴുതാം. അതുപോലെ തന്നെ 1/5 ഓക്കെ 6/30 എഴുതാം. അല്ലെങ്കിൽ എന്താണ് 5/15 3/15 അല്ലേ. ഇതിൽ ഏതെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിയായ രൂപങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഒരേ ഛേദമുള്ള രണ്ട് രൂപങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് ഏതൊക്കെ എഴുതാം? ഇവിടെ 1 ഇതെഴുതാം, 2 ഇതെഴുതാം അല്ലേ. 10/3, 6/30, then 5/15, 3/15. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2/3 പല രൂപങ്ങളിൽ 21/27 ഉണ്ടാകുമോ? എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇല്ലല്ലേ, ഉണ്ടാക്കാൻ സാധിക്കില്ലല്ലോ. അതായത് 2/3 അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യില്ല? 21/27 നമുക്ക് കിട്ടില്ലല്ലേ. എന്താണ്? 2/3 അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 21/27 നമുക്ക് കിട്ടില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. AB കോളങ്ങൾ അല്ലേ. AB ദെൻ C ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. AB കോളങ്ങൾ യോജിപ്പിച്ച് എഴുതിയതിൽ ശരിയായത് കണ്ടെത്തുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായത് ഏതാണ് കൂട്ടുകാരെ? യെസ്, PZ QX RY. ഓപ്ഷൻ B ആണ് റൈറ്റ്. ഓപ്ഷൻ B ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ദെൻ നാലാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്, 4Aയും 4Bയും. ഇതിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. 1/2 + 1/4 3/4, 3/4 + 1/8 7/8, ദെൻ 7/8 + 1/16 15/16. ഈ പാറ്റേണിലെ അടുത്ത 2 വരികൾ എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം അടുത്ത 2 നമുക്ക് ഏതൊക്കെ എഴുതാം? നമുക്ക് എഴുതാം, ഇവിടെ എഴുതുന്നുണ്ട്. 15/16 + 1/32. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 31/32 എന്ന് എഴുതാം അല്ലേ. നെക്സ്റ്റ് നമുക്ക് ഏത് എഴുതാം? 31/32 + 1/64 63/64 അല്ലേ. അപ്പം ഇതുപോലെയല്ലേ നിങ്ങൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വലിയ പാത്രത്തിലും ഒരു ചെറിയ പാത്രത്തിലും പാലുണ്ട്. വലിയ പാത്രത്തിൽ 8 ലിറ്റർ പാലുണ്ട്. അതിൽ നിന്ന് 1/1 ലിറ്റർ പാല് ചെറിയ പാത്രത്തിൽ ഒഴിച്ചാൽ രണ്ടിലെയും പാലിൻ്റെ അളവ് തുല്യമാകും. ചെറിയ പാത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്ന പാലിൻ്റെ അളവ് എത്ര എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെ നമുക്ക് കണ്ടെത്താം? യെസ്, നമുക്ക് ചെയ്ത് നോക്കാം. 8 3/4 -1 1/4 അല്ലേ. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 7 1/2 അല്ലേ. എത്രയാണ് ആൻസർ? 7.5 അല്ലേ. 7 1/2. ദെൻ 7 1/2 -1 1/4 6 1/4 അല്ലേ. അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 1/4 കുറച്ചിട്ട് 6 1/4 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരിട്ട് എന്ത് ചെയ്യുക? 2 1/4 നിന്ന് 6 1/4 കുറച്ച് 2 1/4 കുറച്ച് 6 1/4 എഴുതിയാലും നിങ്ങൾക്ക് ആൻസർ ശരിയായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A കോളത്തിലെ ഭിന്നസംഖ്യകളുടെ തുക B കോളത്തിലുണ്ട്. അവ യോജിപ്പിച്ച് എഴുതിയതിൽ ശരിയായത് ചുവടെയുള്ളവയിൽ ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഇതിൽ ഓപ്ഷൻ വരുന്നത്? യെസ്, ഓപ്ഷൻ എ. ഇവിടെ നോക്കൂ, M = T, ദെൻ N = V, ദെൻ P = U അല്ലേ. ഇതാണ് ഓപ്ഷൻ എ ആണ് ഇതിൽ റൈറ്റ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ. ദെൻ 4B നോക്കാം. ഒരു പാത്രത്തിൽ 5 ലിറ്റർ പാലുണ്ട്. പാൽ 6 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം ഹരിയും 3 ഭാഗം തുല്യമാക്കിയതിൽ ഒരു ഭാഗം സുധയും എടുത്തു. ഹരി എടുത്തത് എത്ര ലിറ്റർ പാലാണ്? എത്ര ലിറ്ററാണ്? 6/5 ആയിരിക്കും അല്ലേ. ആൻസർ എത്രയാണ്? 6/5. ദെൻ സുധ എടുത്ത പാൽ എത്ര? സുധ എത്രയായിരിക്കും? 5/3 അല്ലേ. സുധ എത്രയാണ്? 5/3. ഇനി 2 പേരും കൂടി ആകെ എത്ര? ആഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. ഓക്കെ,
5 നമ്മൾ ഹരി എടുത്ത എത്ര ലിറ്റർ പാലാണ്? 5/6 ആണല്ലേ, സോറി. ഹരി എടുത്തത് എത്ര ലിറ്റർ പാലാണ്? 5/6 ദെൻ സുധ എടുത്ത പാൽ എത്രയാണ്? 5/3. ഇനി രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കാം അല്ലേ. രണ്ടു പേരും കൂടിയിട്ട് 5/6 പ്ലസ് 5/3 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? അതെ, 15/6 എന്ന് കിട്ടും അല്ലേ. 15/6. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 1/2 എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. 2 1/2 എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. ഇവിടെ നോക്കൂ, 15/6 ആണല്ലേ. ഓക്കെ, 15/6 കിട്ടി. നമ്മൾ എന്ത് ചെയ്യാണ്? 2.5 ലിറ്റർ അല്ലേ, അതായത് 15/6 2.5 ലിറ്റർ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എത്രയാണ്? 5/6 പ്ലസ് 5/3 15/6 2 1/2. ഓക്കെ, 2 1/2. ദെൻ 10നെ 6 തുല്യഭാഗ്യം എന്താണ്? ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. 10നെ 6 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് 6/10. ദെൻ 6/10നെ 6നെ 10 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം 1നേക്കാൾ കൂടുതലാണ്. ദെൻ 10നെ 6 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗവും 5നെ 3 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗവും തുല്യമാണ്. 10/6 എന്നത് 1നേക്കാൾ കുറവാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഏതാണ് നമുക്ക് ശരിയായിട്ടുള്ള? ഓപ്ഷൻ സി ആണല്ലേ. അതായത് 10നെ 6 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗവും 5നെ 3 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗവും തുല്യമാണുള്ളതാണ് ശരി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ചിത്ര പാറ്റേൺ വരയ്ക്കുക, ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കുക. നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ദെൻ തന്നിരിക്കുന്ന ചിത്രം ഒരു ചതുരമല്ല, കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് 4 വശങ്ങളുണ്ട്, അതിന് 4 മൂലകളുണ്ട്, അതിൻ്റെ എതിർവശങ്ങൾ തുല്യമല്ല, അതിൻ്റെ 2 കോണുകളും അട്ടകോണുകളാണ്. ഇതിൻ്റെ കാരണം എന്താണ് കൂട്ടുകാരെ? അതായത് എതിർവശങ്ങൾ തുല്യമല്ല അല്ലേ. ആൻസർ ഓപ്ഷൻ സി. ഇതിൻ 6ാമത്തെ ചോദ്യം നോക്കാം. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 96 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഇതേ നീളവും വീതിയുമുള്ള ചതുരപ്പെട്ടിയുടെ വ്യാപ്തം 96 ഘന സെൻറ്റിമീറ്റർ ആണ്. പെട്ടിയുടെ ഉയരം എത്ര എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ പെട്ടിയുടെ ഉയരം. പെട്ടിയുടെ ഉയരം 1 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ബി നോക്കൂ. ചതുരാകൃതിയായി നീന്തൽ കുളത്തിൽ എത്രയാണ് ലിറ്റർ വെള്ളമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നോക്കൂ, എത്ര വെള്ളമുണ്ട്? 25,000 ലിറ്റർ വെള്ളമുണ്ട്. കുളത്തിന് 2 മീറ്റർ ആഴവും 10 മീറ്റർ വീതിയുമുണ്ട്. കുളത്തിൽ പകുതി ഉയരത്തിൽ വെള്ളമുണ്ടെങ്കിൽ കുളത്തിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോറി, ഇവിടെ എത്രയാണ്? 25,000 അല്ല പറഞ്ഞിട്ടുള്ള 2,50,000 ലിറ്റർ ആണല്ലേ. അപ്പോൾ കുളത്തിന് 2 മീറ്റർ ആഴവും 10 മീറ്റർ വീതിയുമുണ്ട്. ഈ കുളത്തിൽ പകുതി ഉയരത്തിൽ വെള്ളമുണ്ടെങ്കിൽ കുളത്തിൻ്റെ നീളം എത്ര? നമുക്കറിയാം 2,50,000 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായി? 250 ഘനമീറ്റർ ആയി അല്ലേ. അപ്പോൾ 250 നമുക്ക് എഴുതാം. 250/1 × 10, അതായത് 25 മീറ്റർ അല്ലേ. 1 25 മീറ്റർ. ദെൻ ഈ കുളത്തിലെ കുറേ വെള്ളം കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. ഇപ്പോൾ കുളത്തിൽ 40 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. കുളത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് കണ്ടെത്തുന്നുള്ള ക്രിയ ചുവടെയുള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, ആൻസർ ഓപ്ഷൻ എ ആണല്ലേ വരുന്ന ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? എളുപ്പമായിരുന്നില്ലേ? ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്താ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.